ചിന്ത, ചെറിയൊരു സംശയം, ഒരു നിമിഷത്തെ നിരാശ, അതിങ്ങനെ തൊട്ടും തലോടിയും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ദിവസം തന്നെ കളഞ്ഞു തരും അല്ലേ. വേണമെന്ന് വെച്ചാൽ അത് ആഴ്ചകളോ മാസങ്ങളോ നശിപ്പിച്ചു തരും. ഒന്ന് മനസ്സറിഞ്ഞ് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ കുളം തോണ്ടി കയ്യിൽ തരും നമ്മുടെ ഇത്തരത്തിലുള്ള തോട്ട്സ്. നമ്മളിങ്ങനെ ഓമന പേരിട്ട് വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലേ, അവളൊരു ഓവർ തിങ്കറാണ് അല്ലെങ്കിൽ അവനൊരു ഓവർ തിങ്കറാണ്. ഓവർ തിങ്കേഴ്സിൻ്റെ നല്ല ഗുണങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പറയാറുണ്ട്. അവർ ട്രൂ ഹാർട്ടഡ് ആണ്, ജെന്യൂൻ പേഴ്സൺസ് ആണെന്നൊക്കെ. പക്ഷേ ഈ ഓവർ തിങ്കേഴ്സിന് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ആ ചിന്തകൾ നമ്മളെ എത്രമാത്രം കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെയുണ്ട്. അതായത് ഈ ഓവർ തിങ്കേഴ്സിൻ്റെ തിങ്ക് ചെയ്ത് ഡീപ്പിലെത്തുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു അനുഭൂതി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു പാറ്റേൺ ഓഫ് ഓവർ തിങ്കിങ് കൊണ്ട് സ്വന്തം ജീവിതം നശിച്ചു പോകുന്ന ഒരവസ്ഥ എന്ന് പറയും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ഇറ്റ് ഹാപ്പൻസ്, എങ്ങനെയാണ് നമുക്ക് ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു വരാനായിട്ട് പറ്റുക, നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുക എന്നൊക്കെയാണ്. നിങ്ങൾക്കോ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ ജീവിതം കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബെസ്റ്റിക്കോ അല്ലെങ്കിൽ ആരാണോ ഓവർ തിങ്കറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ആർക്കാണോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ ഹെൽപ്പ് വേണ്ടത്, അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക. ആൻഡ് ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ തന്നെ ഇപ്പോൾ ഒരാൾ പറയുന്ന കാഷ്വലായിട്ട് പറയുന്ന ഒരു വേർഡ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് അതിനെ നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് തോട്ട്സ് നമുക്കുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പേഴ്സൺസിനോടുള്ള അഡിക്ഷൻസ് കൊണ്ട് ഇപ്പോൾ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഓക്കെ ആക്കാൻ, അയാൾക്കേ എന്നെ ഓക്കെ ആക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടാവുന്ന ഒരു നെഗറ്റീവ് വേർഡ്സ് നിങ്ങളെന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞ് നെഗറ്റിവിറ്റി സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ തന്നെ ഊതിപ്പെരുപ്പിച്ച് അയാളില്ലാതെ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു സാധനം ഇല്ലാതെ പറ്റില്ല, ആ ഒരു കൈൻഡ് ഓഫ് തിങ്കിങ് നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഇത് നിങ്ങളിങ്ങനെ തിങ്ക് ചെയ്ത് ടോർച്ചർ ചെയ്ത് നമ്മൾ ഒരു കുഞ്ഞു മുറിവിനെ നമ്മൾ ഇങ്ങനെ വെകറി വലിയൊരു മുറിവാക്കുന്ന തരത്തിലുള്ള തോട്ട്സ് നമ്മളതിനെ ഹോണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഓവർ തിങ്കർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ കോൺടാക്ട്സ് ലിമിറ്റഡ് ആക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കൈൻഡ് ഓഫ് ബന്ധുക്കളോ സുഹൃത്തുക്കളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ മിനിമം മാത്രം ടൈം സ്പെൻഡ് ചെയ്യുക. കഴിയുമെങ്കിൽ എസ്കേപ്പ് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് എടുത്ത് പുറത്താക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊന്നും പറ്റുണ്ടാവില്ല. പക്ഷെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വല്ല ഒക്കേഷനിൽ പോകുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. കാരണം നിങ്ങൾ എമോഷണലി ഇവരെയൊക്കെ ഫേസ് ചെയ്യാനും ഡീൽ ചെയ്യാനും ഒക്കെ കാപ്പബിൾ ആയതിനു ശേഷം മാത്രം അവർക്ക് നിങ്ങൾ അവൈലബിൾ ആയാൽ മതി. അതുവരെ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ എമോഷണൽ സ്റ്റെബിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എനിവൺ നിങ്ങളെ ഈ തരത്തിൽ നിങ്ങളുടെ എമോഷണൽ സ്റ്റെബിലിറ്റിയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ മെൻ്റലി എമോഷണലി സൗണ്ട് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാർക്ക് കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു തോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ അങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ സ്റ്റക്കായിട്ട് പോകുക, നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കാതെ വരിക. ആ ടൈമിൽ നിങ്ങൾ റീബിൽഡ് ചെയ്യേണ്ടുന്ന ഒരു തോട്ടുണ്ട്, നമുക്ക് നമ്മുടെ കൂടെ വേണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരെന്തായാലും അവിടെ ഉണ്ടാവും. അറ്റ് എനി കോസ്റ്റ്, ആർക്ക് വേണ്ടിയിട്ടും ഒന്നിനു വേണ്ടിയിട്ടും അവർ നിങ്ങളുടെ അടുത്തുനിന്ന് പോകില്ല എന്നുള്ളതാണ് കാര്യം. അവരുടെ പ്രയോറിറ്റി എപ്പോഴും അവർക്ക് നിങ്ങളായിരിക്കും. ആൻഡ് അവരുടെ പ്രയോറിറ്റി ചേഞ്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാറാനായിട്ട് തയ്യാറാവുക. ഓക്കെ, ടൈം എടുക്കും, സ്റ്റക്കാവും അല്ലെങ്കിൽ ഓവർകം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു രീതിയുണ്ട്. അതായത് ഓക്കെ, ഞാനിപ്പോൾ ഈ പോകുന്ന ഹാർഡ് സിറ്റുവേഷൻസ് ഒക്കെ ഇത് ഞാൻ ഇന്ന് ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഓക്കെ, ഒരാളെ കയ്യിൽ നിന്ന് ഒരടി കൊള്ളുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് തല്ല് കൊള്ളാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആൾ തല്ലുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ തല്ല് കൊള്ളാനുള്ള കഴിവുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഒഴിഞ്ഞു മാറണം നമ്മൾ പഠിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ തല്ലിൻ്റെ പെയിൻ ആസ്വദിക്കാനായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ തയ്യാറാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അയാളെ കാണാം. നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ കരയുക, സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് നിന്നോട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റും, നിങ്ങളുടെ തോട്ട്സ് മൊത്തം ഉണ്ടാവേണ്ടത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അയാൾ പോയല്ലോ അല്ലെങ്കിൽ അയാളത് പറഞ്ഞല്ലോ, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു തിങ്കിങ് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും പുറത്തുവരാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഇത് തന്നെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. പകരം
അയാൾ പോയല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ജയിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു എക്സാം എനിക്ക് ഞാൻ തോറ്റു പോയല്ലോ, ഈ ഒരു തോട്ട് ഉണ്ടാകുമ്പോൾ തന്നെ ഈ തോൽവിയിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു വരണം, അല്ലെങ്കിൽ ഈ ഒരു നഷ്ടബോധത്തിൽ നിന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തു വരണം, എനിക്ക് എൻ്റെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കണം. ആ ഒരു തോട്ട് നിങ്ങളിങ്ങനെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു തോട്ട് റീബിൽഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, അതായത് എനിക്ക് ഈ ഒരു തോട്ട് റീബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിക്കും തോറും എനിക്കത് ചെയ്യാൻ പറ്റാതെ പോകുന്നൊരു സാഹചര്യം. ഓക്കെ, എനിക്ക് എന്തൊക്കെയോ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കൈൻഡ് ഓഫ് തോട്ട്സ് നിങ്ങളതിനെ വീണ്ടും കൂടുതൽ ഡിപ്രഷനിലോട്ട് എത്തിക്കും. അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇപ്പം നിലവിലുള്ള നിങ്ങളുടെ തോട്ട്സ്, അത് തോട്ട്സ് മാത്രമാണ്. അത് ആക്ഷനിലോട്ട് നിങ്ങൾ ഇനിയും എത്തിക്കാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ടുന്ന വേറൊരു കാര്യമാണ്, ഇപ്പം നിങ്ങളുടെ പോസിറ്റീവ് തോട്ടായിട്ട് നിങ്ങൾ അതിനെ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞ് തോട്ട്സിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ അതിനോട്ടൊരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. ആക്ഷൻ എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫ്രീസായി കിടക്കുന്ന ആ ഒരു മൊമെൻറ്റിന് കട്ട് ചെയ്യണം, അല്ലേ? ഈ ഒന്നും ചെയ്യാതെ ചുമ്മാ ചുരുണ്ടുകൂടി ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിന് നിങ്ങൾ കട്ട് ചെയ്യണം. ആ ഒരു മൊമെൻറ്റ് കട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറേ വഴികളുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചീത്ത വിളിച്ചിട്ടോ സ്നേഹത്തോടെയോ സമാധാനത്തോടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ കംഫർട്ടാക്കുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം, ഓപ്പൺ അപ്പ് ആവാം. അല്ലെങ്കിൽ ജേർണൽ എഴുതാം. ജേർണൽ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ തോട്ട്സും നിങ്ങൾക്ക് ഒരു പേപ്പറിലോട്ട് പകർത്തി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് പാഡിൽ എഴുതാം. ആൻഡ് നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ യാത്രകൾ പോകാം. യാത്രകൾ പോകുമ്പോൾ സാധാരണ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഒരു യാത്ര അയക്കരുത്. നിങ്ങളതിനെ ഒരു വേണമെങ്കിൽ ഒരു ട്രക്കിംഗ് ടൈപ്പ് ഓഫ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് ആയിരിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കുറേ കല്ലും മുള്ളും മണ്ണും നിറഞ്ഞിട്ടുള്ള കുറേ യാത്രകളായിരിക്കാം. ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ചേറുള്ള ചളികളുള്ള അത്തരത്തിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ചൂട് സഹിച്ച് ഒരു തണുത്ത പ്രദേശത്തോട്ട് എത്തുന്ന തരത്തിലുള്ള യാത്രകളാവാം. ഇങ്ങനെയുള്ള യാത്രകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്യാനുള്ള ഒരവസരം നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാതെ ലോക്ക്ഡായിട്ട് പോകുന്നത് നമ്മൾ സ്ത്രീകളായിരിക്കും, അല്ലേ? കാരണം നമുക്ക് വീട്, അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, കുട്ടികൾ, ഈ കാര്യങ്ങളുടെയൊക്കെ ഇടയിൽ നമ്മൾ സ്റ്റെക്കാണെന്ന് പോലും ആരും മനസ്സിലാക്കാനായിട്ടുണ്ടാവില്ല. നമ്മുടെ എമോഷൻസ് ആർക്കും പറഞ്ഞാൽ പോലും മനസ്സിലാവാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നല്ല ബുക്സ് വായിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നല്ലപോലെ പ്രാർത്ഥിക്കുക, 5 വക്ത നിസ്കാരത്തിന് പുറമെ കുറേ സുന്നത്തുകൾ അധികരിപ്പിക്കുക. ഇനി നിങ്ങൾ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിച്വൽസ് എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി നിങ്ങൾ ഒരു വിശ്വാസിയും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ മെഡിറ്റേഷൻ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തേങ്ങ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ ഓവർ തിങ്കിങ് അവിടെ പോസ് ചെയ്തിട്ട് നമ്മുടെ കോൾ ടു ആക്ഷൻ എന്നുള്ളൊരു സാധനത്തിലോട്ട് നിങ്ങൾ വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിൻ്റെ തിങ്കിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളതിനെ റീപ്ലേസ് ചെയ്യുന്നത്. നല്ല തിങ്കിങ് ആയിട്ട് നമ്മൾ നല്ല തോട്ട്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ കംഫർട്ട് സ്പേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കംഫർട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിലോട്ട് എൻ്റർ ആവുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾക്ക് എന്താണ് ആക്ച്വൽ ഗോൾ, എന്താണ് നമുക്ക് വേണ്ടത്, ആ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ ഗോളിലോട്ട് വേണ്ടുന്ന വെരി ഫസ്റ്റ് ആക്ഷനാണ് മെയിൻ. ഈ ഫസ്റ്റ് ആക്ഷൻ എടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത്, ഫസ്റ്റ് ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്കൊരു മല എടുക്കുന്നത് പോലെ ഉണ്ടാവും, ഫീൽ ചെയ്യും. ബട്ട് നിങ്ങളൊരു ഫസ്റ്റ് ആക്ഷൻ, ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ഇപ്പം ഞാൻ എൻ്റെ പോലെ ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യുന്ന കോണ്ടന്റ് ഒരു കോണ്ടന്റ് ആയിക്കോട്ടെ, ചെയ്യുക. ആളുകൾ നിങ്ങളെ കളിയാക്കിക്കോട്ടെ, കുഴപ്പമില്ല. കുറ്റം പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നിൻ്റെ പ്രസൻറ്റേഷൻ ശരിയല്ല, അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷനിൽ ഒട്ടും അട്രാക്റ്റഡ് അല്ല. ഇങ്ങനെ പലതരത്തിൽ എന്ത് വേണേ പറഞ്ഞോട്ടെ, എന്ത് നെഗറ്റീവ് കോമൻറ്റ്സ് വേണമെങ്കിൽ ഇട്ടോട്ടെ. ഈവൻ നിങ്ങളൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ തോൽക്കാൻ പോവുകയാണെന്നുള്ളത്, തോറ്റോട്ടെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ആ എക്സാം എഴുതി. ഇറ്റ്സ് ഇനഫ്. അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കുന്ന സമയത്ത് തോറ്റോട്ടെ, നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. അതായത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ പോസിറ്റീവ് തോട്ടായിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറേ ആക്ടിവിറ്റീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഫോക്കസിനെ അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ ഡിവേർട്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ കാര്യം നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. മെഡിറ്റേഷൻ ആയിക്കോട്ടെ, പ്രയേഴ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം ആക്ച്വലി നമ്മൾക്ക് എന്താ വേണ്ടത്, നമ്മുടെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം നമ്മൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, നമ്മൾ ശരിക്ക് ചെയ്തോ തെറ്റിച്ച് ചെയ്തോ എന്നുള്ള ഒന്നും ഒരു വിഷയമുള്ള കാര്യമല്ല.
5ാമത്തെ പോയിന്റ് ഇതാണ്, നമ്മൾ ആ ഒരു കോൾ ടു ആക്ഷൻ, നമ്മൾ എഴുന്നേറ്റ് പോയി ഒരു സ്റ്റെപ്പ് നമ്മൾ ആക്ഷൻ ചെയ്യുന്നു. ആൻഡ് ഈ ഒരു 1 സ്റ്റെപ്പ് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, 6ാമത്തെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിസ്റ്റേക്സ് ആയിക്കോട്ടെ, തെറ്റിക്കോട്ടെ, പൊട്ടിക്കോട്ടെ, തോറ്റോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ ആക്ഷൻ റിപ്പീറ്റ് ചെയ്ത് ആ ആക്ഷനിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ എഗെയിൻ ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററിലോട്ട് വരാം. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, നിങ്ങളൊരു പൊട്ട കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് എഗെയിൻ പൊട്ട കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് പ്രൈവറ്റ് ആക്കാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ യു വിൽ ഫീൽ ബെറ്റർ. നിങ്ങൾ പതിയെ നിങ്ങളുടെ ബാക്ക് ടു നോർമൽ സ്റ്റേജിലോട്ട് എത്തും എന്നുള്ളതാണ്. ഇത് എല്ലാ കാര്യത്തിലും ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് വന്ന് നോക്കാം. നിങ്ങളൊരു ഓവർ തിങ്കറാണ്, സ്റ്റക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട്സ് എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പിലൂടെ കടന്ന് വന്നിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ ഇനി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.